ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 1 ആണ്. 5 എപ്പിസോഡുകളാണ് പാർട്ട് 1ൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജോൺ ക്രീസിൻ്റെയും ടെറി സിൽവറിൻ്റെയും ചെറുപ്പകാലമാണ്. അവർ കരാട്ടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്റർ കിമ്മിൻ്റെ കീഴിൽ നിന്ന് അവർ പോകാനായി ഒരുങ്ങുകയാണ്. അപ്പോൾ ക്രീസ്, ഞാൻ അവളെ കണ്ടിട്ട് ഇപ്പോൾ വരാമെന്ന് പറയും. അതൊരു ചെറിയ കുട്ടിയായിരിക്കും. കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. ക്രീസിനെ കണ്ട് ആ കുട്ടി ചിരിക്കുന്ന ശബ്ദം മാസ്റ്റർ കിം കേൾക്കുന്നു. അയാൾ ആ കുട്ടിയെ വിളിച്ചു വരുത്തി ഇവിടെ സ്റ്റുഡൻസ് മാത്രമല്ല ഉണ്ടാവാൻ പാടൂ എന്ന് പറഞ്ഞ് തല്ലാൻ തുടങ്ങും. പെട്ടെന്ന് ക്രീസ് അതിലിടപെടും. അപ്പോൾ കിം, നീയാണോ ഇവിടുത്തെ സെൻസി? അല്ലല്ലോ, നീ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി അവിടെ സെൻസി ആയിക്കും. ഇവിടെ നീ സ്റ്റുഡൻ്റാണ്. എന്നാലും ഞാൻ പഠിപ്പിച്ചു തന്നതൊന്നും നീ മറക്കരുത്. ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നതും നീ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് അവനെ കിക്ക് ചെയ്ത് വീഴ്ത്തും. അയാൾ അടിച്ചത് അയാളുടെ തന്നെ സ്വന്തം പേരക്കുട്ടിയായിരിക്കും. അത് അയാളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവനെ അടിക്കും. ഓ, നീ അങ്ങനെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഒളിച്ചിരിക്കാണ്ട് നാളെ തൊട്ട് ട്രെയിനിങ്ങിന് വായോ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. ഇത് കേട്ട ക്രീസിനും സന്തോഷമാവും. ആ കുട്ടിയായിരിക്കും അങ്ങനെ വളർന്നു വലുതായി കഴിഞ്ഞ സീസണിൽ കണ്ട കിം ഡോ യു. ശേഷം ജോണിയുടെ വീടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അവിടുത്തെ സീലിംഗിലെ പൈപ്പ് പൊട്ടി മേൽക്കൂര തകർന്നു. ഇതും കൂടെ ആയപ്പോൾ അവർക്ക് അവരുടെ ഫണ്ടിൻ്റെ അഭാവം മൂലം കാർമൻ ടെൻഷനിലാണ്. മിഗുവലിൻ്റെ ട്യൂഷനോടൊപ്പം എല്ലാത്തിനും പണം നൽകാൻ അവർ എങ്ങനെ പാടുപെടുമെന്ന് ജോണിയുമായി ചർച്ച ചെയ്യുന്നത് മിഗുവൽ കേൾക്കുന്നു. ശേഷം ക്രീസ് അവളെ കാണാനായി അവിടെ എത്തിയതായിരിക്കും. എനിക്കൊരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ. നിൻ്റെ മുത്തശ്ശൻ്റെ ട്രെയിനിങ് ഒക്കെ ഒരു ടോർച്ചറായിരുന്നു കിം. പക്ഷെ അയാൾ പറഞ്ഞ വാക്ക് പാലിച്ചിരുന്നു. നീ പോയ പിറ്റേ നാൾ തൊട്ട് എന്നെ കരാട്ടെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പക്ഷേ എൻ്റെ മുത്തശ്ശൻ്റെ കരാട്ടെ എനിക്ക് എവിടെയും എത്തിക്കാൻ പറ്റിയില്ല ക്രീസ്. അതിനിപ്പോഴും സമയമുണ്ട്. കോബ്രക്കയുടെ കൂടെ സെക്കായി ടെക്കായിൽ നിങ്ങൾക്കും ഒരു സ്പോട്ടുണ്ട്. അവൾ, ഞാൻ എസ് പറഞ്ഞേനെ പക്ഷേ എന്ന് പറഞ്ഞ് ഒരു കുടിലിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ മാസ്റ്റർ കിമ്മിനെ കണ്ടതും ക്രീസ് അത്ഭുതപ്പെടും. അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. ശേഷം കാണിക്കുന്നത് അവരുടെ കോളേജാണ്. അവരൊക്കെ പുതിയ പുതിയ കോഴ്സൊക്കെ നോക്കിയെടുക്കുകയായിരിക്കും. മിഗുവൽ സ്റ്റാൻഫോർഡ് ആയിരിക്കും എടുത്തിട്ടുള്ളത്. പ്രതിവർഷം 1 ലക്ഷത്തിൽ താഴെ വരുമാനം നേടുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഫോർഡ് ട്യൂഷൻ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ശേഷം ജോണി ഡാനിയലിൻ്റെ വീട്ടിലേക്ക് വരും. വീട്ടിലെ പൈപ്പൊക്കെ പൊട്ടി അവിടെ മുഴുവൻ വെള്ളമാണെന്ന് പറയും. ഇനി അതൊന്ന് ശരിയാക്കുന്നത് വരെ ഒരു നല്ല സ്ഥലം വേണം താമസിക്കാൻ. അതിനായി ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ ചോസൻ നിന്നെ സഹായിക്കുമെന്ന് പറയും. ശേഷം ക്രീസ് മാസ്റ്റർ കിമ്മിനോട്, നിങ്ങളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതിൽ സന്തോഷം. പക്ഷെ നിങ്ങളുടെ കഴിവ് എല്ലായിടത്തേക്കും എത്തേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തോടെ നിങ്ങളുടെ കൊച്ചുമോളും വലിയൊരു സ്ഥാനം നേടി സെക്കായി ടെക്കായിലൂടെ കോബ്രക്കൈക്ക് വേണ്ടി. മാസ്റ്റർ കിം നോ എന്ന് പറയും. ക്രീസ്, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴും അയാളുടെ കയ്യിലുള്ള വടി കൊണ്ട് കൂമ്പിനൊന്ന് കൊടുക്കും. എന്നിട്ട് എനിക്ക് മനസ്സിലായി, എൻ്റെ കൊച്ചുമോൾ അമേരിക്കയിലേക്ക് പോകുന്നു. എനിക്ക് വാക്കൊക്കെ തന്നതാ, പക്ഷെ അവൾ പരാജയപ്പെട്ടു. അപ്പോൾ അത് സിൽവർ കാരണമാണെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുക. അതുകൊണ്ടാണ് നീ ഒരിക്കലും മാസ്റ്റർ ആകാത്തത്. ശരി, ഞാൻ നിനക്ക് ഒരവസരവും കൂടി തരാം എന്ന് പറയും. ശേഷം കോളേജിൽ പുതിയതായി വന്ന സ്റ്റുഡൻസിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്നൊരുത്തൻ വന്ന് അയാളെ ഇടിച്ചിടുന്നത്. അത് നമ്മുടെ കെയിലറും പിള്ളേരുമായിരിക്കും. ഇതൊക്കെ മിഗുവലും ഫ്രണ്ട്സും കാണുന്നുണ്ട്. അവരും ഈ കോളേജിലാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അവൻ്റെ കൂട്ടുകാരൻ ഹോക്കിനോട്, നീ അന്ന് ഇടിച്ചു തെറിപ്പിച്ച പല്ല് വീണ്ടും വന്ന് എന്ന് പറയുമ്പോഴാണ് പണ്ട് ഹോക്ക് ഇവനെ പഞ്ഞിക്കിട്ട കാര്യം ഓർമ്മ വരുന്നത്. അവൻ, സോറി, അന്നൊരു മോശം അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അവർ എടുക്കുന്ന സെയിം കോഴ്സ് തന്നെയായിരിക്കും കെയിലറും എടുത്തതെന്ന് അവർ മനസ്സിലാക്കിയതോടെ കെയിലർ, അപ്പോൾ എങ്ങനെയാ ഇനി അങ്ങോട്ട് ഒരുമിച്ചല്ലേ എന്ന് ചോദിക്കും. ശേഷം ജോണി ചോസനൊപ്പം അപ്പാർട്ട്മെൻറ്റ് നോക്കാനായി പോകുന്നു. എന്നിട്ട് അവിടുത്തെ ഏജൻറ്റുമായി സംസാരിക്കുന്നു. എന്നാൽ അതൊന്നും ശരിയാകാതെ അയാളെയും കുറേ കുറ്റം പറഞ്ഞ് ഇറങ്ങിപ്പോവുകയായിരിക്കും ചെയ്യുന്നത്. ശേഷം കിം പറഞ്ഞതുപോലെ ക്രീസിന് ഒരവസരം കൊടുക്കും. മാസ്റ്റർ കിമ്മിൻ്റെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ഒരു കത്തി കണ്ടെത്താൻ അവനെ കാട്ടിലേക്ക് അയക്കുന്നു. കത്തിയുള്ള ഗുഹ കണ്ടെത്തിയ ശേഷം ക്രീസ് അതിനുള്ളിലേക്ക് പോകുന്നു. അവിടുന്ന് ക്രീസ് ഒരു വെളുത്ത മൂർഖൻ അതിനെ കാത്തു സംരക്ഷിക്കുന്നതായി കാണുന്നു. അയാൾ ആ പാമ്പിനോട്, നിനക്കിഷ്ടമായാലും ഇല്ലേലും ഞാൻ ഈ കത്തി എടുക്കും. എന്നിട്ട് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പാമ്പ് അവനെ കൊത്തുന്നു. ആ സമയം അവൻ മൈൻഡ് മൊത്തം എന്തോ പോലെ ആവുന്നു. ശേഷം അവരുടെ കോളേജ് കാണിക്കുന്നു.
അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടാവും. എല്ലാവരും അവിടെയായിരിക്കും ഉള്ളത്. അവിടുന്ന് ഒരുത്തൻ കെയ്ലറിൻ്റെ അടുത്ത് അവൻ്റെ മേല് ബിയറായെന്നും പറഞ്ഞ് മോട കാണിക്കാൻ തുടങ്ങും. കെയ്ലർ ആണെങ്കിൽ അവൻ്റെ മുന്നിൽ ഒരു അടിമയെ പോലെ നിൽക്കുന്നുണ്ടാവും. ഇത് മിഗ്വേൽ കാണുന്നുണ്ട്. അവൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന മട്ടിലായിരിക്കും ഉള്ളത്. എന്നിട്ട് അവിടെ വെള്ളമടി മത്സരം നടക്കുകയായിരിക്കും. ഹോക്കായിരിക്കും അവിടെ സ്കോർ ചെയ്യുന്നത്. ശേഷം ജോണിയും ചോസനും മറ്റൊരു പ്രോപ്പർട്ടി തപ്പിയിറങ്ങി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരാദ്യം പ്രശ്നമുണ്ടാക്കിയ അതേ ഏജൻറ്റ് തന്നെയായിരിക്കും ഇവിടെയും. അയാൾ ജോണിയോട് പറയുന്നു തനിക്കിവിടെ ധാരാളം പ്രോപ്പർട്ടികൾ ഉള്ളതിനാൽ അവയൊന്നും ജോണിയെ വാടകയ്ക്കെടുക്കാൻ താൻ ഒരിക്കലും അനുവദിക്കില്ല. ദേ ആ കാണുന്ന വാതിലൂടെ നിങ്ങൾക്ക് പോകാമെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വന്ന ജോണി മുഷ്ടി ചുരുട്ടുന്നു. പക്ഷേ ചോസൻ്റെ ഉപദേശം ഓർത്തുകൊണ്ട് അവനൊരു നിമിഷം അത് വിടുകയാണ്. അവിടുന്ന് ഒരാൾ, നിങ്ങളല്ലേ ജോണി ലോറൻസ്? അതെ, ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ടോ? എന്നെ എങ്ങനെ അറിയാം? ഇല്ല, 83-ലെ ഓൾ വാലിയിൽ നിങ്ങളുടെ ഫൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അടിപൊളിയാണെന്ന് പറയും. ജോണി, അപ്പോൾ നിങ്ങൾ 84-ലെ ഓൾ വാലി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതെനിക്ക് മിസ്സായി എന്ന് പറയും. ആ ഫൈറ്റിലായിരിക്കും ഡാനിയൽ ജോണിയെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് ജോണി അങ്ങനെ ചോദിച്ചത്. ഞാനും നിങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ വഴിയില്ല. എൻ്റെ പേര് സ്റ്റീവി എന്നാണെന്ന് പറയൂ. ഈ സ്ഥലത്തിൻ്റെ ഉടമയായിരിക്കും സ്റ്റീവി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് തൽക്കാലത്തിന് കുടുംബമായി ജീവിക്കാൻ ഒരു വീട് വേണം. അപ്പോൾ സ്ഥിരമായ വരുമാനത്തിൻ്റെ തെളിവ് നൽകാൻ കഴിയുന്നിടത്തോളം അവനെ സഹായിക്കാൻ തയ്യാറാണെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ജോണിയും ഹാപ്പിയാവും. ശേഷം ഗുഹയ്ക്കുള്ളിലുള്ള ജോൺ ക്രീസ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. എന്തൊക്കെയോ ഹാലൂസിനേഷൻസ് അയാൾക്ക് വരാനായി തുടങ്ങുന്നു. ടെറി സിൽവറിൻ്റെ ചെറുപ്പം അയാളെ നോക്കി പരിഹസിക്കുന്ന പോലെയും പെട്ടെന്ന് ക്രീസും ചെറുപ്പമായതുപോലെയുമായിരിക്കും തോന്നുന്നത്. മറുഭാഗത്ത് ജോണിയായിരിക്കും കാണുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെയാകാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. അവിടെ ക്രീസ് ആയിരിക്കും കൂടുതൽ ശക്തൻ. ശേഷം ആ പാർട്ടി കാണിക്കുന്നു. ഇവന്മാർക്ക് എങ്ങനെ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന സംശയത്തിൽ നിൽക്കുകയാണ് ഡെമിട്രി. മറുഭാഗത്ത് കെയ്ലറും മിഗ്വേലും ഭയങ്കര കമ്പനി ആയിട്ടുണ്ടാകും. ആ സമയം ഒരുത്തൻ വന്ന് കെയ്ലറിനോട് ഇവിടെ മുഴുവൻ വൃത്തിയാക്കാനായി പറയും. അവനത് ചെയ്യാതെ വരുമ്പോൾ നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ വായ കൊണ്ട് എടുപ്പിക്കുവല്ല എന്ന് പറഞ്ഞ് ചൂടാവും. അപ്പോൾ മിഗ്വേൽ അതിൽ ഇടപെടുന്നു. അപ്പോൾ കെയ്ലർ ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ച് അവൻ അവർക്ക് വേണ്ട പോലെ വഴങ്ങിക്കൊടുക്കുകയാണ്. അവൻ്റെ വായ കൊണ്ട് അവിടുത്തെ വേസ്റ്റൊക്കെ എടുപ്പിക്കും. ചുറ്റുമുള്ളവർ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട്. ഹോക്കും ഡെമിട്രിയും ഇതൊക്കെ കാണുന്നുണ്ടാവും. ഇതൊക്കെ കണ്ട മിഗ്വേൽ അത് നിർത്താനായി പറയും. കെയ്ലർ ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ടീമിൽ അവനെ ചേർക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. എന്നാൽ അവനെ ഒരു കാരണവശാലും എടുക്കാൻ പോവില്ലെന്ന് അവൻ്റെ മുഖത്ത് നോക്കി മറ്റവൻ പറയും. പെട്ടെന്ന് കെയ്ലർ ഒരു ഗ്ലാസ് ബിയർ എടുത്ത് അവൻ്റെ തലയിലൂടെ ഒഴിക്കുന്നു. അവിടുന്ന് അടി തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് കെയ്ലറിൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് തപ്പുന്നത്. എന്നിട്ട് അവർ സ്ഥലം വിടുന്നു. ശേഷം ജോണി ലോറൻസ് ഡാനിയലിൻ്റെ ഷോറൂമിലേക്ക് പോയി മിയാഗി ഡോയിൽ പഠിപ്പിക്കുന്നതിന് ചോസൻ്റെ അതേ സാലറി തനിക്ക് നൽകാൻ ഡാനിയലിനോട് ആവശ്യപ്പെടുന്നു. ഡാനിയൽ അത് സമ്മതിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കാത്തതിനാൽ അവരിൽ ആർക്കും ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പറയുന്നു. സെക്കായി ടെക്കായി വിജയിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ ഡാനിയൽ പദ്ധതിയിടുന്നു. പക്ഷെ ജോണിക്ക് അത്രയും സമയം കാത്തിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം ജോലി കണ്ടെത്തണമെന്ന് ഡാനിയൽ അവനോട് പറയുന്നു. ശേഷം ക്രീസ് ആ കത്തിയെടുക്കാനായി പാമ്പിൻ്റെ അടുത്തോട്ട് ചെല്ലും. ഇനി പിഴക്കില്ല എന്നും പറഞ്ഞ് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുകയാണ്. അടുത്ത ദിവസം ഡാനിയൽ തനിക്ക് അവിടെ ജോലി വാഗ്ദാനം ചെയ്തു എന്ന് കരുതി ജോണി ഒരു സ്യൂട്ടും ടൈയും ധരിച്ച് ലൊറുസോ ഓട്ടോ ഗ്രൂപ്പിലേക്ക് വരും. തൻ്റെ ഓഫീസിൽ ജോണിക്ക് എന്ത് റോൾ കൊടുക്കണമെന്ന് ഡാനിയൽ അമാൻഡയോട് സംസാരിക്കുകയായിരിക്കും. ഡാനിയൽ ശരിക്കും ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ സമയത്ത് തന്നെ ജോണി നിന്ന നിപ്പിൽ ഒരു കാർ അങ്ങ് വിൽക്കും. കസ്റ്റമർ ജോണിയുടെ വിൽപ്പന രീതിയെ പുകഴ്ത്തുകയും അവനിൽ നിന്ന് കൂടുതൽ ആളുകളെ വാങ്ങാൻ ശുപാർശ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ജോണിയെ ഔദ്യോഗികമായി ജോലിക്കെടുക്കാൻ ഡാനിയലിനെയും അമാൻഡയെയും പ്രേരിപ്പിക്കുകയാണ്. ശേഷം രാത്രി ക്രീസ് അവിടെ കാവൽ നിന്നിരുന്ന മൂർഖൻ്റെ തലയും കത്തിയും
കിം ഡാ യൂണിൻ്റെയും കിം സൺ യൂങ്ങിൻ്റെയും അടുത്തേക്ക് കൊണ്ടുവരും. ക്രീസ് വീണ്ടും നയിക്കാൻ തയ്യാറാണെന്നും കോബ്രക്കായുടെ വഴിയിലൊന്നും നിൽക്കില്ലെന്നും കിം സൺ യങ്ങിനെ ബോധ്യപ്പെടുത്താൻ ഇത് മതിയാകുമെന്നും അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മാസ്റ്റർ കിം കളത്തിലിറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.